ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് സംഭവിച്ച ഒരു വലിയ ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട കാര്യമാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ നവംബറിൽ നാട്ടിൽ പോയ സമയത്ത് ഞാനൊരു ട്രീറ്റ്മെൻറ്റിനായിട്ട് പോയതായിരുന്നു. അപ്പോൾ ട്രീറ്റ്മെൻറ്റിനെല്ലാം പോയി കഴിഞ്ഞ് അതിൻ്റെ അവസാന ദിവസം, അതായത് നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നതിന് തൊട്ടു മുമ്പ് തന്നെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എനിക്കിവിടെ അയർലൻഡിൽ ഒരു ബൊട്ടിക്കുണ്ട് എന്നുള്ളത്, മിൻസാര ഫാഷൻ ബൊട്ടിക്ക്. അപ്പം ഇവിടത്തേക്ക് നമ്മൾക്ക് കുറേ സപ്ലയേഴ്സ്, ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ട് എന്നറിഞ്ഞ് നമ്മൾ കുറേ സപ്ലയേഴ്സ് എറണാകുളത്തോട് കുറേ സാധനങ്ങളെല്ലാം അയച്ചിരുന്നു. നമുക്ക് അയർലൻഡിലേക്ക് എന്താ പറയുന്നത്, ഷിപ്മെൻറ്റ് ചെയ്യാനുള്ള കുറേ ഐറ്റംസ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് നേരത്തെ ഓർഡർ ചെയ്ത് വെച്ചിരുന്നതാണ്. ബാംഗ്ലൂരിൽ നിന്നും ഗുജറാത്തിൽ നിന്നുമാണ് നമ്മൾ പർച്ചേസ് നടത്തിയിരുന്നത്. അപ്പോൾ അവരത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബാംഗ്ലൂരിൽ നിന്നും കുറേ പർച്ചേസ് നമ്മൾ ഓൺലൈൻ വഴി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ഫൈനലൈസ് ചെയ്യണം. അതുപോലെ തന്നെ അതിൽ 2 പാക്കറ്റ് നമുക്ക് എടുത്തുകൊണ്ട് അർജൻറ്റായിട്ട് വരേണ്ടതായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അപ്പോൾ എൻ്റെ ഈ ബൊട്ടിക്കിൻ്റെ കാര്യങ്ങൾക്കായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് മുഴുവനും എൻ്റെ സിസ്റ്ററാണ് നാട്ടിൽ. അപ്പോൾ ഞാനും സിസ്റ്ററും കൂടെയാണ് ഞങ്ങൾ എറണാകുളത്ത് പോയത് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റാക്കാനായിട്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ എറണാകുളത്തേക്ക് ഏകദേശം ഒരു 11 മണിയായപ്പോഴാണ് പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എറണാകുളത്ത് പോകാനായിട്ട് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ആയി ഒരു 12:30 1 മണിയായി സമയം. കാരണം അതുപോലെ ബ്ലോക്കായിരുന്നു വഴിയെല്ലാം. അപ്പോൾ എറണാകുളം എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് എൻ്റെ സിസ്റ്ററിന് അറിയാമെങ്കിലും പുള്ളിക്കാരി എപ്പോഴും അതിൽ ഡ്രൈവ് ചെയ്യുന്നതാണെങ്കിലും ചില വഴികളും ചില ഇട റോഡുകളും ഒന്നും പരിചിതമല്ല പുള്ളിക്കാരത്തേക്ക്. അപ്പോൾ ഞങ്ങളിങ്ങനെ എപ്പോഴും പോയി മെയിൻ റോഡിൽ കൂടെ പോകുന്നു, മെയിൻ റോഡിൽ കൂടെ തിരിച്ചു വരുന്നു. അങ്ങനെയാണ് എപ്പോഴും ഈ പർച്ചേസിനും മറ്റു കാര്യങ്ങൾക്കായിട്ടും പോകുന്നത്. അപ്പം അന്നത്തെ ദിവസം ഞങ്ങൾ കുറേ സ്ഥലങ്ങളിലെല്ലാം കയറി. പിന്നെ ഞങ്ങൾ ഒത്തിരി ടയേർഡായിരുന്നു, ഫുഡെല്ലാം കഴിച്ചു. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 6:30 7 മണിയോടുകൂടി എറണാകുളത്ത് നിന്ന് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോരാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എറണാകുളത്ത് സിറ്റിയിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വണ്ടി ഇങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക, നമ്മൾ വളരെ സ്ലോ ആയിട്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് എൻ്റെ സിസ്റ്ററാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഓടിച്ചുകൊണ്ട് വന്ന സമയത്ത് ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ബൈക്ക് വളരെ ശക്തമായിട്ട് ഇങ്ങനെ ഫാസ്റ്റിൽ കയറി വന്നിട്ട് നമ്മുടെ വണ്ടിയുടെ ബോണറ്റിൽ ഇടിച്ചു. അതായത് ഈ സൈഡിൽ കൂടെ കയറി വന്ന് ഈ ലെഫ്റ്റ് സൈഡ് ബോണറ്റിൻ്റെ സൈഡിലോട്ട് വന്ന് പാളി ഇങ്ങനെ ഇടിച്ചിട്ട് വണ്ടി നിർത്താതെ വിട്ടിട്ട് പോയി. പക്ഷേ നമ്മൾ ഈ ഇടി കിട്ടിയിട്ട് ഒരു സ്റ്റെപ്പും കൂടെ മുമ്പോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ബോണറ്റിൻ്റെ ഫ്രെയിം അത് ഫുള്ള് നടു റോഡിലോട്ട് പൊളിഞ്ഞങ്ങ് വീണു. അപ്പം എന്താ പറയുന്നത്, അപ്പോൾ വണ്ടി മുന്നോട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഈ ബോണറ്റിൻ്റെ ഫ്രെയിം ഫുള്ള് അഴിഞ്ഞ് താഴെ വീണിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ കണക്ഷനുണ്ട്, മറ്റേ സൈഡ് ഫുള്ള് വഴിയിലോട്ട് ഇങ്ങനെ വീണ് കിടക്കണം. അപ്പം ഈ ഒരു സൈഡിൽ കണക്ഷൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി മുമ്പോട്ട് എടുക്കുമ്പോൾ അത് വണ്ടി വലിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ വഴിയുടെ സൈഡിൽ വണ്ടി നിർത്തിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആളുകൾ എത്ര ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ ഓർക്കുകയാണ്. വണ്ടി നിർത്തിയ ഉടനെ തന്നെ ആളുകളെല്ലാം പെട്ടെന്ന് വന്നു. അപ്പം അവർ എന്ത് ചെയ്തു, നമുക്ക് പോകാനായിട്ട് ഒരു ടെമ്പററി ഇതിന് വേണ്ടിയിട്ട് അവർ വഴിയിൽ കിടന്ന ഈ എന്താ പറയുന്നത്, ഈ പ്ലാസ്റ്റിക് കയറ്, ഏതോ ഒരു എന്താ പറഞ്ഞാൽ ഈ പൈപ്പ് ലൈൻ കെട്ടിവെച്ചിരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു വള്ളി പോലെയുണ്ട്. ആ വള്ളി ഇങ്ങനെ ചുറ്റി ആ പൈപ്പ് ലൈൻ കെട്ടിവെച്ചിരിക്കുന്നത് അത് ഊരിയെടുത്തിട്ട് ആ പ്ലാസ്റ്റിക് ചരട് വെച്ച് നമ്മുടെ ഈ ബോണറ്റിൻ്റെ ആ ഫ്രെയിം മറ്റേ സൈഡ് നന്നായിട്ട് കെട്ടിവെച്ചു. കുറേ പേര് ഹെൽപ്പ് ചെയ്തു കേട്ടോ. നമ്മളിപ്പം എന്താ പറയുന്നത്, ഈ ചെറിയ പിള്ളേരാണ് നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്ത്, ഈ കോളേജ് കഴിഞ്ഞ് വരുന്ന ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള പിള്ളേരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്ത്. അപ്പോൾ അവരതെല്ലാം കെട്ടിവെച്ച് നല്ല സെറ്റാക്കി തന്നു. ഇനി നിങ്ങൾ വണ്ടി എടുത്തോളാനായിട്ട് പറഞ്ഞു. ഞങ്ങൾക്ക് ഭയങ്കര ആശ്വാസമായി. കാരണം നമുക്ക് എറണാകുളത്ത് ആ ഒരു ഏരിയയിൽ നമുക്ക് ആരെയും അറിയില്ല. നമ്മൾ എങ്ങനെയാണ് വണ്ടി കൊണ്ട് ഇത്രയും ദൂരം നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് എന്നറിയത്തില്ല.
അപ്പോൾ ഏകദേശം രാത്രിയാകാറുമായി. അപ്പം ഞങ്ങൾ ആ കെട്ടിവെക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവിടെയുള്ള എല്ലാ വർക്ക്ഷോപ്പുകളിലും അടുത്തുള്ളതും ആൾക്കാർ പറഞ്ഞത് കേട്ടുമായിട്ടുള്ള വർക്ക്ഷോപ്പിലെല്ലാം വിളിച്ചു നോക്കി ഏതെങ്കിലും വർക്ക്ഷോപ്പ് തുറന്നിട്ടുണ്ടോ എന്നറിയാനായിട്ട്, ഇതൊന്ന് ഫിക്സ് ചെയ്തിട്ട് പോകാനായിട്ട്. അപ്പം പലയിടത്ത് വിളിച്ചപ്പോഴും അവരെല്ലാം 6 മണിയാകുമ്പോൾ അടച്ചു. കാരണം ആ സമയത്ത് ഏകദേശം ഒരു ഇരുട്ടൊക്കെ വീണിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഇതെല്ലാം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 8 മണി ഏകദേശം ആകാറായി. കാരണം ഇതെല്ലാം കെട്ടിപ്പെറുക്കി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, എനിവേ ഇത് കെട്ടിവെച്ചല്ലോ എന്നുള്ള ആശ്വാസത്തിൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വണ്ടി മുമ്പോട്ടെടുത്ത് വേഗം വീട്ടിലെത്തണം. കാരണം ഒന്നാമത് നമ്മൾ നാട്ടിലൂടെ അത്ര വൈകിട്ട് ആരും അങ്ങനെ വണ്ടി ഓടിക്കാറില്ലല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് വണ്ടി എടുത്ത് പോവുകയാണ്. അപ്പോൾ ഏകദേശം 1 കിലോമീറ്റർ കഴിഞ്ഞ് കാണും. 1 കിലോമീറ്റർ കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്തു, ഈ കെട്ടിവെച്ച സാധനം അഴിഞ്ഞു പോയി, പൊട്ടിപ്പോയി. അത് പിന്നെ റോഡിലൂടെ ഇങ്ങനെ ഉരയുകയാണ്. നമുക്ക് വണ്ടി ഒട്ടും മുമ്പോട്ട് എടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്തു വെച്ചേ പറ്റുള്ളൂ. അപ്പം എന്ത് ചെയ്തു, ഞങ്ങൾ പിന്നെയും ഞങ്ങൾ 2 പേരും കൂടെ പുറത്തിറങ്ങി ഈ വള്ളി എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഇനിയിപ്പോൾ ഒരു വർക്ക്ഷോപ്പോ അല്ലെങ്കിൽ വീട്ടിൽ ഈ ജോലി ചെയ്യുന്ന ആളുകളെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കണ്ടുപിടിക്കാതെ ഇത് ഫിക്സ് ചെയ്യാതെ നമുക്ക് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നമ്മളിത് ഫിക്സ് ചെയ്തിട്ട് പോകണമെന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ 2 പേരും കൂടെ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പം വൈറ്റിലയുടെ അടുത്ത് ഒരു സ്ഥലത്ത് ഒരു വർക്ക്ഷോപ്പ് ഓപ്പണായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വർക്ക്ഷോപ്പ് ഞങ്ങൾ കുറേ തവണ അവരെ ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. പക്ഷേ അത് ഓപ്പൺ എന്നാണ് ഗൂഗിളിൽ കാണിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും റിസ്ക് എടുത്ത് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ ഗൂഗിളിൽ ആ ഒരു ലൊക്കേഷൻ ഇട്ട് ഞാനും എൻ്റെ സിസ്റ്ററൂടെ പോവുകയാണ്. അപ്പോൾ വയറ്റിലയിൽ നിന്ന് ഇടത്തോട്ട് തിരിയുന്ന ഒരു സ്ഥലത്താണ്, ഒരു ഇട റോഡാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആ റോഡൊന്നും ഒരു പരിചയവുമില്ല. അപ്പോൾ ഞങ്ങൾ ആ ഇട റോഡിൽ കൂടെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അപ്പം ഈ എന്താ പറയുന്നത്, ഈ ഗൂഗിൾ കാണിക്കുന്ന സ്ഥലങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ കുറേ ഡ്രൈവ് ചെയ്യുവാണ്. ഡ്രൈവ് ചെയ്ത് പോകെ ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും എന്താ പറയുന്നത്, ഈ 2 സൈഡിലും ഈ എന്താ പറയുന്നത്, ഈ ചതുപ്പ് നിലം പോലത്തെ കുറച്ച് വെള്ളമൊക്കെ ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത്, ഒരു കാറിന് മാത്രം പോകാൻ പറ്റുന്ന വഴിയിലേക്ക് ഞങ്ങൾ അവസാനം എത്തി. അപ്പോഴത്തേക്കും കൂരിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഒരു 9 മണിയൊക്കെ ആകാറായി. അപ്പം നല്ല ഇരുട്ടായി. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾക്കൊരു രക്ഷയില്ല. ഇത് മുന്നോട്ട് പോകുന്ന വണ്ടി റിവേഴ്സ് എടുക്കാനും നിവർത്തിയില്ല. അത്രയും നാരോ ആയിട്ടുള്ള ഒരു വഴിയാണത്. അപ്പോൾ ഞങ്ങളത് മുമ്പോട്ട് എന്താണേലും ഇത് കാണിക്കുന്നുണ്ട്, റീഡയറക്റ്റ് ചെയ്ത് ഈ വഴി കാണിക്കുന്നുണ്ട്. അപ്പം എന്താണേലും അവിടെ ചെന്ന് അയാളുടെ വീടായിരിക്കും. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് എങ്ങനെയെങ്കിലും ഇതൊന്ന് ചെയ്തു തരാൻ പറയാം എന്നൊക്കെ ഓർത്താണ് ഞങ്ങൾ റിസ്ക് എടുത്ത് പോകുന്നത്. ഈ വണ്ടി പോയി ഞങ്ങൾക്ക് പേടിയാകുന്നുണ്ട്. കാരണം ഞങ്ങൾ മുമ്പോട്ട് പോകും തോറും അവിടെ വീടുകളില്ല. പിന്നെ ചെറിയൊരു ഏറുമാടം പോലത്തെ ഒരു സാധനമാണ് മുമ്പിൽ കാണുന്നത്. മുമ്പോട്ട് പോകും തോറും ആരുമില്ലാത്തൊരു വിജനമായ വഴി. അപ്പം പലതവണയും ഞങ്ങൾ 2 പേരും പറഞ്ഞു, നമുക്ക് തിരിച്ചു പോയാലോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് വണ്ടി ഒന്ന് തിരിക്കാനായിട്ടുള്ള ഒരു പ്ലേസില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമ്മൾ മുമ്പോട്ട് പോകുമ്പം ഏതെങ്കിലും ഒരു വഴി തിരിക്കാൻ കാണും. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് റിവേഴ്സ് എടുത്തിട്ട് നമുക്ക് വേഗം തിരിച്ചു പോരാം. കാരണം ഇവിടെ ഭയങ്കര വിജനമായിട്ടുള്ള ഒരു സ്ഥലമാണ്, ഇരുട്ടും നമ്മൾ അറിയലാത്ത ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ 2 പെണ്ണുങ്ങൾ ഈ വണ്ടിയിൽ ആ വഴിക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഏരിയാസ് ഒന്നും സേഫ് അല്ലെന്നുള്ളത് നമ്മൾ പലയിടത്തും വായിച്ച് കേട്ടും എല്ലാം അറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു പേടി വരികയാണ് അതിനകത്തോട്ട് പോകുമ്പോഴത്തേക്കും. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ റോഡ് അങ്ങ് എൻഡായി. പെട്ടെന്ന് റോഡ് എൻഡായി. അപ്പോൾ അതൊരു റെയിൽവേ ട്രാക്കിൻ്റെ താഴെ ഒരു ഭാഗത്താണ് ഞങ്ങളുടെ വണ്ടി ചെന്ന് നിന്നത്. വണ്ടി ചെന്ന് ഞങ്ങളതെന്നാൽ റിവേഴ്സ് എടുക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു 3-4 ബൈക്ക് ആ സൈഡിൽ ചാരി വെച്ചിരിക്കുകയാണ്. നിർത്തിയിട്ടിരിക്കുക, സ്റ്റാൻഡിലും അല്ല വെച്ചിരിക്കുന്നത്, ഇങ്ങനെ ചാരി അങ്ങ് ഇട്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഞങ്ങൾ ഈ വണ്ടി ഇങ്ങനെ തിരിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഇടതുവശത്തെ ടയർ ആ ചതുപ്പിലോട്ട് മുങ്ങിപ്പോയി. ഈ വണ്ടി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം ഞങ്ങൾ ഈ ടയർ മുങ്ങിപ്പോയി, ഇതെങ്ങനെ ഇത് എടുക്കുമെന്നുള്ള രീതിയിൽ ഞങ്ങൾ ബുദ്ധിമുട്ടി നിന്ന സമയത്ത് നമ്മൾ കേൾക്കുവാണ്, ദൂരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ദൂരമില്ല, കുറച്ച് ദൂരേന്ന് ഈ ഭയങ്കര പൊട്ടിച്ചിരിയും അട്ടഹാസവും ഒക്കെ കേൾക്കുന്നുണ്ട്.
ആരോ കുറേ ആളുകൾ, അതായത് ഈ ബൈക്കിൻ്റെ ആൾക്കാരാണെന്ന് തോന്നുന്നു, ഇവർ ആ ദൂരെ അകത്തിരുന്ന്, ഇതൊരു കാട് പോലത്തെ ഒരു സ്ഥലമാണ്, അവിടെ ഇരുന്ന് മദ്യപിക്കുകയാണോ അതോ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അവരുടെ കൂക്കിവിളികളും ഇതെല്ലാമാണ്. ഞങ്ങൾക്ക് ആകെ പേടിയായി. ഈ കാറ് നിൽക്കുന്ന ശബ്ദം കേട്ട് അവരാരെങ്കിലും ഓടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ പറയുന്നത്, നമുക്ക് ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല. ഞങ്ങളുടെ മുട്ടുകാല് കൂട്ടി ഇടിക്കുകയാണ്. ഞങ്ങളെ പേടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഉടനെ തന്നെ ഞങ്ങൾ കാറിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്തു. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അപ്പോൾ ഈ ശബ്ദം കേട്ട് ഇവർ വല്ലതും ഓടി വരുമോ എന്നുള്ള ഒരു പേടിയായി. കാരണം നോർമലായിട്ടുള്ള ആൾക്കാരുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ചെന്ന് വണ്ടി ഇടുവാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ നമ്മളെ സഹായിക്കും. പക്ഷെ അവരുടെ ആ സ്ഥിതി എന്താണെന്ന് നമുക്കറിയില്ല. അവർ വന്നു കഴിഞ്ഞാൽ നമ്മളോട് എങ്ങനെ പെരുമാറും എന്ന് നമുക്കറിയില്ല. അതുപോലെ ഒരു 3-4 ബൈക്കുണ്ട്. അപ്പോൾ അതിൽ നിറച്ചു ഇപ്പം 2 പേര് 2 വെച്ച് ആണെങ്കിൽ തന്നെ അവർ കുടിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവരുടെ മെൻ്റൽ സ്റ്റാറ്റസ് എന്താണെന്നറിയത്തില്ല. അപ്പോൾ നമുക്ക് എന്തോ സംഭവിക്കാം. ഇതുപോലൊരു പേടി എനിക്ക് അറിയില്ല, ജീവിതത്തിൽ ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടിയെന്ന് തോന്നുന്നില്ല. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ നടുവേദനയുടെ ട്രീറ്റ്മെൻറ്റും എല്ലാം എടുത്ത് എല്ലാം എന്താ പറയുന്നത്, എനിക്ക് ഒരു കാര്യം, അതായത് 1 കിലോയിൽ കൂടുതൽ സാധനം പൊക്കരുത് എന്നൊക്കെ പറഞ്ഞ ഒരവസ്ഥ. അപ്പോൾ ഈ വണ്ടി എൻ്റെ സിസ്റ്റർ ഈ ടയർ ചതുപ്പിന്ന് എടുക്കാനായിട്ട് വളരെ ഫോഴ്സ്ഫുള്ളി ആക്സിലേറ്റർ കൊടുത്ത് എടുക്കുകയാണ്. അപ്പം ഈ ബോണറ്റിൻ്റെ ഫ്രെയിം അവിടെ തട്ടുവാണ്. അപ്പോൾ ഈ ബോണറ്റിൻ്റെ ഫ്രെയിം ഒരു സൈഡിൽ നിന്ന് പൊക്കി പിടിച്ചുകൊണ്ട് ഞാൻ ഈ വണ്ടി എടുക്കുന്ന കൂടെ തിരിയണം. അതായത് ഒരിച്ചിരി സ്പീഡിൽ ഓടി അങ്ങ് തിരിയണം. എന്നാൽ മാത്രമേ അത് ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ നടു പൊട്ടിപ്പോകുന്ന വേദന. ഞാനത് പിടിച്ചുകൊണ്ട് പുള്ളിക്കാരി എങ്ങനെയോ ടയർ പുറത്തെടുത്തു. എനിക്ക് ഈ നടു ഒട്ടും പറ്റാത്ത ഒരവസ്ഥയാണല്ലോ. എന്നിട്ട് നമുക്കിത് കെട്ടിവെക്കാനായിട്ട് ഒരു നിവൃത്തിയില്ല. അപ്പം എന്താ ചെയ്യുന്നത്, ഒരു രക്ഷയില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളൊരു 2 പേരൂടെ ഈ ഫ്രെയിം വലിച്ചു പിടിച്ച്, അതായത് ഫ്രെയിമിൻ്റെ പൊട്ടാത്ത ആ സൈഡ് ഞങ്ങൾ 2 പേരൂടെ വലിച്ചിളക്കി പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഇത് ബാക്കിലെ ഡിക്കിയിൽ കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ദൈവമേ, ഞങ്ങൾക്കറിയത്തില്ല ഈ സാധനം ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ചെറുത്, പക്ഷേ ഡിക്കിക്കകത്ത് ഇത് കയറുന്ന പോലുമില്ല, ഡിക്കി അടയ്ക്കാൻ പറ്റുന്നില്ല. ഇതെന്തിനു പൊട്ടിച്ചെടുത്തെന്നായിപ്പോൾ. ഇത് ഉപേക്ഷിച്ചിട്ട് പോരാനും പറ്റില്ല. ഇത് കാറിൻ്റെ ബോണറ്റിൻ്റെ ഫ്രെയിമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഞങ്ങൾ പിന്നെ പുറകിലത്തെ സീറ്റ് മറിച്ചിട്ടിട്ട് ഞങ്ങൾ ഈ ചെരിച്ച് അത് നമ്മുടെ കാറിനകത്ത് ബാക്കിൽ നിന്ന് അത് കയറ്റി വയ്ക്കുമ്പോൾ എന്നാ ഇടതുവശത്ത് ഇരിക്കുന്ന എൻ്റെ കഴുത്തേലാണ് ഈ സാധനം കുത്തിയിരിക്കുന്നത്. ഈ വണ്ടി റിവേഴ്സ് എടുക്കുന്ന സമയത്ത് അവിടുന്ന് വിളിച്ച് ആരോ 2 പേര് വിളിച്ചു പറയുന്നു, ആരാടിയതെന്ന്. കാരണം അവർക്ക് നമ്മുടെ കാറിൽ നമ്മൾ അകത്ത് ലൈറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അകത്തുനിന്ന് അവർക്ക് ദൂരെ നിന്ന് എവിടുന്നോ നമ്മളെ കാണാം. ആരാടി എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നു. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ ഇടപാട് തീർന്നു. കാരണം വഴി ശരിക്കും കാണില്ല. അപ്പോൾ ഈ കറക്റ്റ് എനിക്ക് തോന്നി കാറൊന്നും അവിടെ പോകുമെന്ന് തോന്നുന്നില്ല. ബൈക്കുകളായിരിക്കും യൂഷ്വലി അവിടെ പോകുന്നത്. അപ്പോൾ ഒരു കാറിന് കറക്റ്റ് പോകാനുള്ള ദൂരമേ ഉള്ളൂ. നമ്മളെ ഗൂഗിൾ കൊണ്ടുപോയി എത്തിച്ച സ്ഥലമാണ്. ഞങ്ങളെങ്ങനെയോ റിവേഴ്സ് എടുത്തു. അപ്പം ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം എൻ്റെ ചേച്ചി ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കവിടെ ഒരു 10 കിലോമീറ്റർ സ്പീഡിൽ പോലും ഓടിക്കാൻ പറ്റാത്ത വഴിയാണ്. പുള്ളിക്കാരി ആദ്യം ഇതെല്ലാം പേടിയെല്ലാം കൂടി അതൊരു 50 കിലോമീറ്റർ സ്പീഡിൽ ആ വണ്ടി എടുത്തു. ഞാൻ പേടിച്ച് പോയി. കാരണം ഈ ചതുപ്പിലേക്ക് ഈ വണ്ടി വല്ലതും മറിഞ്ഞു വീഴുവോ, ഇനി അത് അവിടെ കിടന്ന് മരിക്കാം എന്നൊക്കെ ഓർത്തു. അപ്പം ആ സമയത്ത് ട്രെയിൻ പാസ് ചെയ്തു. അതായത് നമ്മൾ ഈ വണ്ടി എടുക്കുന്ന ഈ സമയത്ത് ട്രെയിൻ പെട്ടെന്ന് പാസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഈ വണ്ടിയുടെ എരപ്പും ശബ്ദവും ആ ട്രെയിനിൻ്റെ ഇതിൽ മുങ്ങിപ്പോയി നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് കടന്നു. അപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയും പറയുകയാണ്, ഇവിടെ വെച്ച് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാർക്കറിയില്ല നമുക്ക് എന്ത് സംഭവിച്ചു, നമ്മൾ എന്തിനാണ് ഈ സ്ഥലത്ത് എത്തിപ്പെട്ടതെന്ന് ആർക്കും അറിയില്ല. നമുക്ക് വല്ല മരണം സംഭവിക്കുകയോ വേറെ എന്തെങ്കിലും സംഭവിക്കുകയോ, നമ്മുടെ കാർ എങ്ങനെ അവിടെ എത്തി, അല്ലെങ്കിൽ നമ്മൾ എറണാകുളത്തിന് പോയവർ എന്തിന് വയറ്റിലേൽ ഈ ഗുഡ്സ് സ്ഥലത്തെത്തി, ആർക്കും ഒന്നും അറിയില്ല. കാരണം എനിക്ക് നാട്ടിലെ മൊബൈൽ നമ്പർ ഇല്ല. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ മൊബൈൽ നമ്പർ വിളിക്കാമെന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ചാർജ് ഡൗൺ ആയിപ്പോയി. കാരണം ഈ ഗൂഗിളിട്ട് വന്ന് വിളിച്ചൊന്നും പറയാനും നിവൃത്തിയില്ല. ഞങ്ങളാകെ മാനസിക ബുദ്ധിമുട്ടിലായി. അതായത് പുറത്തോട്ട് ഇറങ്ങാനുള്ള വഴിയും ഗൂഗിളിൽ നോക്കി കാണിക്കാനായിട്ട് പറ്റത്തില്ല.
അങ്ങനെ ഞങ്ങൾ എങ്ങനെയോ പുറത്തിറങ്ങി ഒരു വെളിയിലെത്തി വെട്ടവും വെളിച്ചമുള്ള ഒരു കവല പോലത്തെ സ്ഥലത്തെത്തി. ഞങ്ങൾ അവിടെ കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ട് 2-3 കുപ്പി വെള്ളം മേടിച്ചിട്ട് ഞങ്ങൾ മുഖമെല്ലാം കഴുകി വെള്ളമെല്ലാം കുടിച്ചു. അപ്പോൾ ആ കടക്കാർക്ക് എന്തോ പന്തികേട് തോന്നി. ചോദിച്ചു, ഇതെന്താ നിങ്ങളുടെ ഈ ബോണറ്റിന് ഈ ഫ്രെയിമില്ലാത്ത വല്ല ആക്സിഡൻറ്റ് നടന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ ബോണറ്റ് തുറന്നു വെച്ച കാറുമായിട്ട് ഞങ്ങൾ ഈ വഴി മുഴുവനും പോരുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിന്ന് വരുന്ന വണ്ടികളെല്ലാം ഹോണടിക്കുന്നു, ലൈറ്റ് മിന്നിച്ച് കാണിക്കുന്നു. കാരണം ഞങ്ങൾ ഈ ഫ്രെയിമില്ലാത്ത സംഭവമായിട്ട് ഞങ്ങൾ പോവുമല്ലേ. അപ്പം അതും പെണ്ണുങ്ങളാണ് ഡ്രൈവ് ചെയ്യുന്നതെന്ന് അറിയുമ്പം 2-3 തവണയൊക്കെ ഹോണടിച്ച് നമ്മളെ പേടിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയായി ഞങ്ങൾ അങ്ങനെ ഒരു അഡ്വഞ്ചറായിട്ടുള്ള ഒരു യാത്ര നടത്തി നമ്മൾ വീട്ടിലെത്തി. പിന്നെ നമ്മൾ അതിൽ നിന്നൊരു വലിയ പാഠം പഠിച്ചത് നമ്മുടെ നാട്ടിലെ ഗൂഗിളിനെ വിശ്വസിക്കരുത് എന്നാണ്. പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലായി, ചില ഉൾപ്രദേശ ഭാഗങ്ങളിൽ, എറണാകുളം ആണെങ്കിൽ തന്നെ ചില ഉൾപ്രദേശ ഭാഗങ്ങളിൽ നെറ്റിൻ്റെ കണക്ഷൻ പ്രോപ്പറായിട്ടില്ല. അപ്പം അതിങ്ങനെ റീഡയറക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ പ്ലേസിൽ എത്താനായിട്ട് പറ്റില്ല. അപ്പം അന്നത്തെ ആ ഒരു നാട്ടിൽ പോയി ഞാൻ എൻ്റെ നടുവിന് ട്രീറ്റ്മെൻറ്റ് എടുത്തതെല്ലാം കുളമായി. അങ്ങനെ ഞാൻ തിരിച്ച് അയർലൻഡിലോട്ട് കയറി വന്നു. അപ്പം ഇപ്പോഴാണേലും എനിക്ക് എറണാകുളത്തിന് പോകുക എന്ന് പറയുന്ന കാര്യം കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാണ്. ഇത് നമ്മുടെ പേടിച്ചു പോയൊരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ എൻ്റെ തുടർന്നുള്ള വീഡിയോസും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മളുടെ കുറേ അഡ്വഞ്ചറായിട്ടുള്ളതും പേടിച്ചതും എന്താ പറയുന്നത്, കുറേ അബദ്ധങ്ങളിൽപ്പെട്ടതുമായ കഥകളുടെ ഒരു തുടർക്കഥയാണിത്. അപ്പം തീർച്ചയായിട്ടും മുന്നോട്ടും കഥകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.